നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് നന്ദു അനിയും ചേർന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നവീനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം. താനും നന്ദുവും തമ്മിലുള്ള ഇഷ്ടമാന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരമാന്നുള്ള കാര്യം മനസ്സിലായി. രണ്ട് വീട്ടിലും കൂടി ആലോചിച്ച് എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്താനായിട്ടാ തീരുമാനിച്ചിരിക്കുന്നത്. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അനിക്കും വല്ലാത്തൊരു ടെൻഷൻ തന്നെയായിരുന്നു. അങ്ങനെ അനി വീട്ടിൽ വന്ന ആദർശനോടും നയനയോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആദർശേട്ടാ. എങ്ങനെയെങ്കിലും നിങ്ങൾ ഇതിനകത്തൊന്നും നന്ദുവിനെ ഒന്ന് ഒഴിവാക്കണം. കാരണം നന്ദു ഞാനും കൂടെ തമ്മിൽ ഒന്നാവുന്ന കാണാനായിട്ടല്ലേ നിങ്ങളും ആഗ്രഹിക്കുന്നേ. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, നിനക്കത് പറയാനേ നിനക്ക് പറയാനായിട്ട് എളുപ്പം, പക്ഷെ നിനക്കറിയാലോ അതത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നും അല്ല. നവീന്റെ ആലോചന വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരും സന്തോഷത്തിലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാൻ വേണ്ട. നവീന്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ വന്ന് നന്ദുവിനെ പെണ്ണ് ആലോചിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് എതിർത്തൊന്നും പറയാൻ പറ്റില്ല. അച്ഛന്റെ അമ്മയോടൊപ്പം നിൽക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് അനിയെ വല്ലാതെ വേദനിപ്പിച്ചു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല അനിക്ക്. ആ സമയത്ത് അവന്തേക്ക് എങ്ങനെയെങ്കിലും അനിയെ സ്വന്തമാക്കണം. അത് അനിയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, അനന്തപുരി കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒടുവില് നാഗേന്ദ്രന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഏത് വിധേനെ ആ നവീനും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കണം. അത് നടക്കുവാണെങ്കിൽ പിന്നെ അവൾ എന്റെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് വരത്തില്ല. അല്ലെങ്കിൽ അവളെ എങ്ങനെയാലും ഒഴിവാക്കിയാൽ മതിയാകത്തുള്ളൂ. നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അച്ഛാ അച്ഛനിത് പറയുന്നുണ്ട്, പക്ഷെ എന്റെ വിഷമം എനിക്കേ അറിയത്തുള്ളൂ. ആദ്യം നവീനന്റെ ആലോചന വന്നു, അത് മുടങ്ങിപ്പോയി. ഇപ്പൊ അനിയുടെ ആലോചന, ഇതും കൂടെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കിയേ. ഈ ബന്ധത്തിന് എനിക്ക് അത്ര വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം അനന്തപുരി കുടുംബത്തെ ഇറക്കാനും വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറായിട്ടാ ഇരിക്കുന്നത്. അച്ഛനോട് എപ്പോഴും ഞാനെന്നുള്ള കാര്യം അറിയാലോ. നാഗേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാം മോളെ. ഇപ്പൊ തന്നെ ആണെങ്കിലും അമ്മയ്ക്ക് 100 കൂട്ടം സംശയങ്ങളാ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അമ്മയ്ക്ക് സംശയ ഇനി അച്ഛനെ കാണാൻ എങ്ങനെയും വരുന്നതാണോന്ന്. അമ്മയുടെ കണ്ണ് വെട്ടിച്ചാ വരുന്നതൊക്കെ. അമ്മയ്ക്ക് എന്തേലും സംശയം തോന്നിയാൽ തീർന്നു. എന്താന്ന് അറിയത്തില്ല. അച്ഛനോട് അമ്മയ്ക്ക് അത്രയ്ക്ക് വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞു. മോളെ അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. നിന്റെ കല്യാണം, നിന്റെ അനിയുടെയും കല്യാണം ഈ അച്ഛൻ നടത്തി തരും, വാക്കാന്ന് പറഞ്ഞു. അച്ഛാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. വീട്ടിലെല്ലാവർക്കും ഇപ്പം ഈ കല്യാണത്തിനോട് അത്ര താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിയും വരെ ഈ കല്യാണം നടത്തണമെന്ന് അത്ര ഉറപ്പില്ലാതെ ഇപ്പൊ സംസാരിക്കണത്. അതൊക്കെ ശരിയാകും മോളെ, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഒരു കാരണവശാലും ഈ വിവാഹം മാറിപ്പോന്ന് നീ വിചാരിക്കൊന്നും വേണ്ട. അനി നിന്റെ കഴുത്തിൽ താരി ആർത്തു എന്നൊക്കെ ഉറപ്പ് കൊടുത്തു. പക്ഷെ അവന്തേക്ക് അത്ര വിശ്വാസം പോരായിരുന്നു ആ ഒരു കാര്യത്തില്. പിന്നീട് നന്ദുവിന്റെ നവീന്റെ എൻഗേജ്മെന്റിന് തീയതി കുറിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം ചിങ്ങത്തിൽ കല്യാണം നടത്തണം, അതിന്റെ മുമ്പ് എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തണം. ആ ഒരു തീരുമാനത്തിലെത്തി. ജോത്സ്യരെ പോയി കണ്ട് നല്ലൊരു ദിവസം കനയും ഗോവിന്ദനും കൂടെ കുറിപ്പിക്കുകയാണ്. അതിനുശേഷം അത് പത്മത്തെയൊക്കെ വിളിച്ചു പറഞ്ഞു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അനിക്കും നന്ദുവിനും ടെൻഷനായി. നവീനോ എത്രയും പെട്ടെന്ന് പോയി കാണണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അവരെന്ത് ചെയ്തു, ഒടുവില് നവീനെ കാണാനായിട്ട് പോവാണ്. അപ്പം നവീനെ വിളിച്ചിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞോണ്ടാ കൂട്ടിക്കൊണ്ട് പോകുന്നേ. അപ്പൊ നവീനറിയാം ഇവരുടെ കാര്യങ്ങളൊക്കെ. നവീനാണ് ആകെപ്പാടെ പെട്ട അവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് നവീനും അറിയണ്ടായിരുന്നില്ല. കാരണം നവീനറിയാം അനിയും നന്ദുവും കൂടെ ഒന്നാവേണ്ടവരാണ്. താൻ അതിന്റെ ഇടയ്ക്കിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ആ സമയത്തെടുത്തൊരു അബദ്ധ ചിന്തയാണ് ഇങ്ങനെ ഇവിടം വരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇതുവരെയായിട്ട് അവര് തന്നോടൊന്നും സത്യാവസ്ഥ തുറന്നു പറഞ്ഞിട്ടുമില്ല. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നന്ദു നവീനോട് ആ കാര്യം പറയണേ. നവീനേട്ടാ ഇത്രയും കാലം ഞാനൊരു കാര്യം മറച്ചു വെച്ചു. എനിക്ക് നവീനേണ്ട ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണാനേ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ ഒന്നും അറിയത്തില്ലാത്ത മടിച്ചു വെച്ചു. അതെന്താ നന്ദു അങ്ങനെ പറഞ്ഞത്? നവീനേട്ടാ അത് പിന്നെ ഞാൻ അപ്പോഴാണ് അതിന് ബാക്കി പറയണേ. അതെ അന്ന് നന്ദുവിന് ഇഷ്ടമാന്നുള്ള കാര്യം നവീൻ എന്നോട് ഒന്ന് പറഞ്ഞല്ലോ. പക്ഷേ എങ്കില് ഞാൻ നന്ദുവിനോടൊന്നും പറഞ്ഞില്ല. അതിന് കാരണം എന്താണെന്നറിയാവോ? എനിക്ക് നന്ദുവിനെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ നവീൻ പറഞ്ഞു, ഇത് നിനക്ക് നേരത്തെ എന്നോട് പറഞ്ഞാൽ എന്തായിരുന്നു അനി? ഞാൻ നിന്നോട് ചോദിച്ചില്ല നീ എന്തുകൊണ്ടാ നന്ദുവിനോടത് പറയാത്തേന്ന്. പക്ഷെ നീ ഒരിക്കൽ പോലും എന്നോടത് പറഞ്ഞിട്ടില്ല. പിന്നെ അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നന്ദുവിന് മനസ്സ് വേറെ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു. നന്ദുവിന്റെ മനസ്സിൽ ആരും ഇല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നന്ദുവിനെ ഇഷ്ടപ്പെടാനും തുടങ്ങിയത്.
നന്ദുവിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും എന്നോട് ഈ കാര്യം പറയുമായിരുന്നെങ്കിൽ ഞാൻ നന്ദുവിന്റെ വീട്ടിലേക്ക് ആലോചനയായിട്ട് പോകത്തില്ലായിരുന്നു. ഇത്രത്തോളം വരെ കാര്യങ്ങളൊന്നും എത്തത്തില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാന്നുള്ള കാര്യം പിന്നീട് ഞാൻ മനസ്സിലാക്കിയായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ രണ്ടുപേരും ഞെട്ടിപ്പോയി. നിങ്ങൾ എന്നോട് ഈ കാര്യം തുറന്നു പറയുമോ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം വരെ ഞാൻ കാര്യങ്ങൾ എത്തിച്ചത്. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ ഇങ്ങനെ ആലോചനയായിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ച കാര്യമില്ല. കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, നവീനേട്ടാ പ്ലീസ് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. അനി പറഞ്ഞു അതെ. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, എടാ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ആത്മാർത്ഥ സുഹൃത്തിനെ ഞാൻ ചതിക്കൂന്നോ? നിനക്കൊരു പേടി ഉണ്ടായിരുന്നില്ലേ? നന്ദുവിന് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് നീയും അനാമയും തമ്മിലുള്ള ഡിവോഴ്സ് ഞാൻ വൈകിപ്പിക്കൂന്ന്. ആ ഒരു പേടി കൊണ്ടല്ലേ നീ എന്നോട് പറഞ്ഞിട്ട് വീണ്ടും നന്ദുവിനെ റെക്കമെൻഡേഷനായിട്ട് വിട്ടേന്ന് ചോദിച്ചു. എടാ അത് പിന്നെ എടാ അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല. നീയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് അനാമികമായിട്ട് ഞാൻ ഡിവോഴ്സ് വാങ്ങി തന്നേന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. കാര്യം പറഞ്ഞ എനിക്ക് നന്ദുവിന് ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ നന്ദു അനിയെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ആ ഇഷ്ടം ഞാൻ അങ്ങോട്ട് എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നന്ദുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പാവം നവീനേട്ടന് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഈ സത്യങ്ങളൊക്കെ നേരത്തെ തുറന്നു പറയേണ്ടതായിരുന്നു. ആരെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞു. പിന്നീട് നവീൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിച്ചോളാം, അവരെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. തൽക്കാലത്തേക്ക് നന്ദു ഇതിനെക്കുറിച്ചൊന്നും വീട്ടിൽ പറയാൻ പോകണ്ട. കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമെന്ന് അവർക്കറിയാം. നവീൻ അല്ലെങ്കിൽ വേറെ മറ്റൊരു ചെറുപ്പക്കാരനെ കൊണ്ട് നന്ദുവിന്റെ വിവാഹം നടത്തുമെന്നും പറഞ്ഞുകൊണ്ട് കനയും കോന്നിനും ഇരിക്കുന്നത്. ഒരു കാരണവശാലും അനി നന്ദുവിന്റെ വധുവായിട്ട് വരില്ല എന്നും പറഞ്ഞുകൊണ്ട്. പിന്നീട് ഈ കല്യാണക്കാരും ഒക്കെ മുത്തശ്ശൻ അറിഞ്ഞപ്പോൾ മുത്തശ്ശന് അനിയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. എടാ നവീന്റെ നന്ദുവിന്റെ എൻഗേജ്മെന്റ് ആണ്, നിനക്കറിയാലോ. ഇനിയിപ്പം നീ അതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും ചെല്ലല്. അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. കാരണം അനിയുടെ മനസ്സിൽ നന്ദുവാണ് ഇപ്പോഴും ഉള്ളതെന്ന് മുത്തശ്ശൻ അറിയാവുന്നതുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നത്. പക്ഷേ എങ്കിൽ എനിക്ക് ഒന്നും മുത്തശ്ശനോട് ഉറപ്പും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം ഒരിക്കലും അവർ തമ്മിലുള്ള ബന്ധം നടക്കാൻ പോകുന്നില്ലെന്ന്. ഈ സമയത്ത് സേവിയർ ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നവ്യയും നബിതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർ തമ്മിൽ നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നല്ല മെസ്സേജുകളാണ്. അനന്തപുരിക്കാർ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സേവിയർ ആദർശിനെ വിളിച്ചിട്ട് പറയാണ്. ആദർശ് ഈ കാര്യം അറിഞ്ഞ് ഇപ്പം നയനെ വിളിച്ചിട്ട് നയനോട് കാര്യങ്ങൾ പറഞ്ഞു. നിന്റെ ചേച്ചി ഇത്രയും നാൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു. നയനിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വലിയ അത്ഭുതവും തോന്നിയില്ല. കാരണം ഈയിടെയായിട്ട് നയനിക്ക് അങ്ങനെ നന്നായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നവ്യേച്ചി തനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ നവ്യയുടെ കള്ളത്തരം പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. നയനെ ആദർശും കൂടെ നവ്യയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവര് പുറത്ത് വെച്ച് അവര് മൂന്നുപേരും കൂടെ കാണുവാണ്. കാണുന്ന സമയത്ത് ആദർശ തെളിവ് സഹിതം പറഞ്ഞു കൊടുത്തു. നമിതയുമായിട്ട് നവ്യക്കുള്ള കൂട്ടുകെട്ടിനെ പറ്റി ഞങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. അപ്പൊ ഇത്രയും കാലം അജ്ഞാത മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന നവ്യായിരുന്നില്ലേ നമിതയോട് പറഞ്ഞിട്ടെന്നൊക്കെ ചോദിച്ചു. ഒടുവിൽ നവ്യക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. അപ്പോഴേക്കും നയന ചോദിച്ചു, എന്തിനായിരുന്നു നവ്യേച്ചി അങ്ങനെയൊക്കെ ചെയ്തേ? അതിന്റെ ആവശ്യം എന്തായിരുന്നു? നവ്യേച്ചിക്ക് പറയാൻ മേലായിരുന്നോ? പറയാനോ? ശരിക്കും പറഞ്ഞാല് ഞാൻ വഞ്ചിക്കപ്പെടുക ചെയ്തേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അബിയുടെ കുഞ്ഞാണ് ചന്തമോളെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും തകർന്നുപോയി. അന്ന് അമ്മ എന്നോട് പറഞ്ഞപ്പോൾ ഞാനിത് വിശ്വസിച്ചില്ല. പിന്നീട് DNA ടെസ്റ്റിനായിട്ട് ഞാനത് കൊടുത്തു. അത് കൊടുത്തത് ഡേവിഡിന്റെ കയ്യിലായിരുന്നു. ഡേവിഡ് സാറിന്റെ കയ്യിലാണ് കൊടുത്തത്. അയാൾ അത് കൊണ്ടുപോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? അബിയുടെ കുഞ്ഞല്ല ചന്തമോളെന്ന്. പക്ഷേങ്കില് എനിക്കത് വിശ്വസിക്കാനും പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ നമിതയുടെ കയ്യിൽ കൊടുത്തു വിട്ടു DNA ടെസ്റ്റ് നടത്താനുള്ള സാമ്പിളും കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് നടത്തി കഴിഞ്ഞപ്പോഴാണ് ചന്തമോൾ അബിയുടെ കുഞ്ഞാന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവൻ എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഒടുവിൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഒറ്റയടിക്ക് അവനെ തീർത്തിട്ട് കാര്യമില്ല, പ്രതികാരം ചെയ്യണം. ഏൻ ജ്വല്ലറിക്കാരോടും പ്രതികാരം ചെയ്യണം. അവരും കൂടെ ചേർന്നിട്ടാണ് എന്നെ ചതിച്ചേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കരിക്കള് നീക്കിക്കൊണ്ടിരുന്നത്. ഏൻ ജ്വല്ലറിയിൽ വീണ്ടും ഞാൻ ജോലിക്ക് പോയത് അതിന് വേണ്ടിയിട്ടാ. അവിടുത്തെ വിവരങ്ങളൊക്കെ ചോർത്താനായിട്ട്. അവിടുത്തെ വിവരങ്ങളൊക്കെ ചോർത്തി എല്ലാം പുറത്തു കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ ഓരോ കള്ളത്തരങ്ങളും ഏൻ ജ്വല്ലറിയെ ആകെപ്പാടെ തകർക്കാനായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നയനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എന്നാലും നവ്യേച്ചി ഒരു വാക്കെങ്കിലും പറയായിരുന്നു. അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, എങ്ങനെയെങ്കിലും അഭേദം മണത്തറിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അവിടുത്തെ വിവരങ്ങളൊന്നും ചോർത്താൻ പറ്റില്ല. അതുകൊണ്ടായിരുന്നു പറഞ്ഞു. ഒടുവിൽ നയന നവ്യയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്.
ഈ സമയം നവ്യ ആദർശനോട് പറഞ്ഞു, ആദർശേട്ടാ സോറി കേട്ടോ, ഞാൻ കുറെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ചന്തമോൾ ആദർശേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അന്നൊന്നും എനിക്ക് സത്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എനിക്കറിയായിരുന്നു ചന്തമോൾ ആരുടെ കുഞ്ഞാന്ന്. അതിനുശേഷം ഞാൻ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. പിന്നെ അനഘയുടെ ജീവൻ ആപത്താന്നുള്ള കാര്യങ്ങളൊക്കെ അബിയിൽ നിന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചത്. ഇനിയാണെങ്കിലും അനഘയുടെ ജീവിതത്തിനൊരു ഗ്യാരണ്ടി ഇല്ല, ജീവനൊരു ഗ്യാരണ്ടി ഇല്ല. എപ്പോഴേത് നിമിഷം വേളോ അവൾ കൊല്ലപ്പെടാന്ന് പറഞ്ഞു. അബി പറഞ്ഞു, ഇനിയിപ്പോൾ ആ കാര്യത്തിൽ പേടിയില്ല, അവൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയിട്ടുണ്ട്, അവിടെ അവൾക്ക് നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഉണ്ട്, അവിടേക്ക് ആരും വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, സൂക്ഷിക്കണം, അബിയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാലോ. പിന്നെ ഒരു കാര്യം, നമ്മൾ മൂന്നുപേര് ഒരുമിച്ചെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല, തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അത് ശരിയാ, ഇങ്ങനെ അങ്ങ് അഭിനയിച്ച് അങ്ങ് തകർത്ത് മുന്നോട്ട് പോയിക്കോ, തൽക്കാലത്തേക്ക് ആരും അറിയണ്ട, എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വന്നതിന് ശേഷം മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവര് മൂന്നുപേരും കൈ കോർക്കുവാണ്. പിന്നീട് നവീന് വീട്ടിൽ കാര്യം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു, തനിക്ക് നന്ദുവായിട്ടുള്ള വിവാഹം വേണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഒടുവിൽ നവീന് തന്റെ അമ്മയോട് ഇന്ന് കാര്യം പറയുന്നുണ്ട്, നന്ദുവായിട്ടുള്ള വിവാഹ ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ലാന്ന്. അവർക്ക് ശരിക്കും ഞെട്ടലാണ് തോന്നിയത്. കാരണം ഇത്രയും നാളും നന്ദുവിനെ വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയുന്നത് വേണ്ടാന്ന്. അതിന് കാരണം എന്താന്ന് ചോദിച്ചിട്ട് നവീൻ അത് കാരണം പറഞ്ഞില്ല. എനിക്കിപ്പൊ കല്യാണം വേണ്ട, ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോവുക ചെയ്തേ. പക്ഷെ പത്മത്തിന് എത്ര ആലോചിച്ചിട്ടും അതിന്റെ കാരണം എന്താന്ന് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, അങ്ങനെ നന്ദുവിനെ നവീന്റെ കല്യാണം മുടങ്ങുകയും ചെയ്തു. അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ നയനയും നവ്യ ആദർശം കൂടി ചേർന്നിട്ട് ഇടിവെട്ട് പണിയായിരിക്കും അബിക്കിട്ടൊക്കെ കൊടുക്കാൻ പോന്നെ. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.